കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കണ്ണമാലിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വള്ളവും വലയുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് അവിടെ. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം YS അഭിനന്ദ് കണ്ണമാലിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അഭിനന്ദിലേക്ക്. അഭിനന്ദ്, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് റോഡിൽ കിടന്ന് ഞങ്ങൾ ജോലിക്ക് പോകാതെ കിടന്ന് ഉപരോധിച്ചിട്ട് പോലും അതിനൊരു ശക്തമായ നടപടി ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. സർക്കാർ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് കളക്ടർ അടക്കമുള്ള ആളുകൾ നമുക്ക് ഉറപ്പ് തന്നിട്ട് പോയി. അവിടെ തകർന്നു പോയ വീടുകൾ പണിയാനായിട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ഫയലുകൾ ഇന്ന് അവരുടെ കയ്യിലുണ്ട്. അഭിനന്ദ്, കണ്ണമാലിക്കാരുടെയും ചെല്ലാനത്തുകാരുടെയും ഒക്കെ പ്രശ്നം ഈ മഴക്കാലത്ത് തുടങ്ങിയതല്ല, കഴിഞ്ഞ മഴക്കാലത്ത് തുടങ്ങിയതല്ല, അതിന് മുമ്പത്തെ മഴക്കാലം തുടങ്ങിയതല്ല. അവർ പതിറ്റാണ്ടുകളായി പറയുന്ന പ്രശ്നങ്ങളാണത്. ഇപ്പോഴും അത് അപരിഹാര്യമായി അങ്ങനെ തുടരുന്നു എന്നത് സങ്കടകരമാണ്. ഇപ്പോൾ കണ്ണമാലിയുടെ അവസ്ഥ എങ്ങനെയാണ് അഭിനന്ദ്? കാശ്മീർ കനത്ത മഴയിൽ കടൽക്ഷോഭം വളരെ രൂക്ഷമായിരുന്നു കണ്ണമാലി പ്രദേശത്തും ചെല്ലാന ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡും ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാർ സംഘടിപ്പിച്ചെടുക്കുന്നത്. ഇവർ കാലകാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. ഇവർ പറഞ്ഞു മടുത്തതാണ്. ഇത്തരത്തിലേക്ക് ചെല്ലാന ഗ്രാമപഞ്ചായത്തിലെ പലതരത്തിലുള്ള പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള കടൽഭിത്തി നിർമ്മാണം വേഗത്തിലാക്കുക, ടെട്രോപോഡുകൾ ഉടൻ നിർമ്മിക്കുക, താൽക്കാലികമായി ജിയോ ബാഗെങ്കിലും സ്ഥാപിച്ച് ഇത്തരത്തിലേക്ക് കടലാക്രമണം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രതിഷേധം പലതവണ സംഘടിപ്പിച്ചതാണ്. പക്ഷേ അത്തരത്തിലേക്ക് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായി ഇപ്പോൾ പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലി ഗ്രാമപഞ്ചായത്തിലെ ചെറിയകടവ് വാർഡിലാണ്. ഇവിടെ നിന്നാണ് തുടക്കം റോഡ് ഉപരോധത്തിന്റെ. അതായത് ചെല്ലാനം കണ്ണമാലി തീരദേശപാതയുടെ തുടക്കമാണ്. ഇവിടെ നിന്ന് മുതൽ ഏതാണ്ട് 10 കിലോമീറ്ററോളം ഇന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ റോഡ് ഉപരോധിക്കുകയാണ്. എന്തായാലും പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട്. ചേച്ചി, എങ്ങനെയാണ് പ്രതിഷേധം രാവിലെ മുതൽ ആരംഭിച്ചാണ് ഇപ്പോഴും തുടരുക? 6:30 ഞങ്ങൾ തുടങ്ങിയതാണ് ഈ റോഡ് ഉപരോധനം. കൊച്ചികളും വലിയ ആൾക്കാരും വയസ്സന്മാരും എല്ലാവരും ഈ റോഡിന് നടക്കുന്നുണ്ട്. ഞങ്ങൾ 6 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ വെള്ളത്തിനകത്ത് കിടക്കണേണ്. ഇപ്പോൾ ഈ റോഡിൽ നിൽക്കണം, പിന്നെയും ഞങ്ങൾ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പെരടാകം മൊത്തം വെള്ളം കയറി ആകെ 8 വീട് നാശമായിക്കൊണ്ടിരിക്കുന്നത്. 2 വീട് പൂർണ്ണമായിട്ടും വീണിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്കൊക്കെ വലിയ ആനക്കല്ലുകളാണ് വന്ന് വീണത്. ഇപ്പോൾ വരെ ഞങ്ങൾ ഈ കിടന്ന് കരച്ചിലല്ലാണ്ട് ഒരു പാർട്ടിക്കാരോ ഒരു നേതാക്കളോ വന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കി. കടലും വീടും കൂടിയാണ് ഞങ്ങളുടെ വിരിക്കണത്. കടലും ഒറ്റ കല്ല് ഞങ്ങളുടെ പ്രദേശത്തില്ല. എല്ലാ കല്ലും പോയി തീർന്ന്. ഒരു MLA അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരെ ഞങ്ങളെ വന്ന് തിരിഞ്ഞു നോക്കാനുള്ള. ഞങ്ങൾ കുറേ മനുഷ്യജന്മങ്ങൾ ജീവിച്ചിരിക്കേണ്ടെന്ന് അറിയണത് ഇങ്ങനെ ഞങ്ങൾ റോട്ടേ വരുമ്പോഴാണ്. ആകെ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നത് ചെറിയടപള്ളിയിൽ അച്ഛൻ മാത്രം വന്നിട്ടുണ്ട്. വേറെ ഒരാൾ തിരിഞ്ഞു നോക്കാനുള്ള. ഞങ്ങൾ എന്നും ഈ 6 വർഷമായിട്ട് നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവർക്ക് പരിഹാരമുണ്ടാക്കുക. ഇവരുടെ വീടുകൾ മുഴുവനും കടൽ വെള്ളത്തിലാണ്. ഇവർ ഇപ്പോൾ ഇത്തരത്തിലേക്ക് റോഡ് ഉപരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. പലപ്പോഴായിട്ട് ഈ കൊച്ചിയുടെ MLA ആയിട്ടുള്ള KJ മാക്സി അടക്കം വാഗ്ദാനങ്ങൾ നൽകി പോയതല്ലാതെ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു ഫാദർ കൂടി ചേരുന്നുണ്ട്. ഇദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി ഇടപെടുന്നത്. ഇദ്ദേഹം മാത്രമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെയുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണല്ലേ? അതായത് ഇത് വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതുവരെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കടൽ തീരത്തുള്ള ഏകദേശം 8ഓളം വീടുകൾ അത് ഇനിയിപ്പോൾ വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ബാക്കിയുള്ള വീടുകളെന്ന് പറഞ്ഞാൽ ബാക്കി വെള്ളം കയറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ടോയ്ലറ്റ് മണ്ണിൻ്റെ അടിയിലാണ്. ആ വേസ്റ്റ് വരെ മുകളിലൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ നേരത്ത് അതിന്റെ അസുഖങ്ങളും എല്ലാം ബാക്കിയാണ്. അത് തന്നെയാണ് ഹാഷ്മി വ്യക്തമാക്കുന്നത്. കടലാക്രമണം രൂക്ഷമാണ്. ഏതാണ്ട് 12 മണിയോടുകൂടി ഇനി കുറച്ചും കൂടി അത് തീവ്രമാകും. അപ്പോഴേക്കും വീടുകൾ മുഴുവൻ കടൽ വെള്ളത്തിലാകുന്ന സാഹചര്യം. ഏതാണ്ട് 3 വീടുകളാണ് ഈ കടൽക്ഷോഭം മൂലം തകർന്നിരിക്കുന്നത്. എത്രയും വേഗം നടപടിയില്ലെങ്കിൽ ഈ പ്രതിഷേധം റോഡ് ഉപരോധം അങ്ങനെ തന്നെ കടുപ്പിക്കാനാണ് തീരുമാനം. ഇതിനകത്ത് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ റോഡ് ഉപരോധം ഇനി കാലമായി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഹാഷ്മി. ഓക്കെ, YS അഭിനന്ദാണ്. അവർ തെരുവിലിറങ്ങിയതിനും റോഡ് ഉപരോധിക്കുന്നതിനും ഒരു കുറ്റവുമില്ല. ന്യായം അവരുടെ ഭാഗത്ത് മാത്രമാണ്. വർഷങ്ങളായി അവർ പറയുന്നതാണ് അവരുടെ കിടപ്പാടം സംരക്ഷിക്കണമെന്ന് പറയുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ നടക്കുന്നു എന്നതല്ലാതെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതേയില്ല. അപ്പോൾ അവരുടെ പ്രതിഷേധത്തിന്, ആ സമരത്തിന് എല്ലാവിധ ഐക്യപ്പെടലും അറിയിക്കുകയാണ്. അഭിനന്ദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.